ഒരു ഹസ്ബൻഡും 2 ഭാര്യയും. നമുക്ക് സ്വപ്നത്തിൽ പോലും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ? എങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ ഒരു ഹസ്ബൻഡിനെ എങ്ങനെ പകുത്ത് നിൽക്കാനാകും? ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ ഇവരുടെ വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നതാണ്. അന്നൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി ഇവരുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നു നമ്മൾ. ഇതിനു മുന്നും കുറച്ച് ഫാമിലീസ് നമ്മളിതുപോലെ കണ്ടിട്ടുണ്ട്. പ്രമുഖ ചാനലായിട്ടുള്ള ബഷീറും സുഹാനയും നമ്മുടെ മഷൂറ അവരൊക്കെ. അതിനുശേഷമാണ് ഇവർ നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് ഫാമിലിയിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും യൂട്യൂബ് ഫാമിലിയിൽ ഇവർക്ക് ഇന്ന് ഇവരുടേതായിട്ടുള്ളൊരു ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇതുവരെ നമുക്കെന്നല്ല, എനിക്കിതുവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണിത്. നമ്മുടെ ഹസ്ബൻഡിനെ ഒരു നിസ്സാര കാര്യമാണ് ഇവർ ഇതിൽ പറയുന്നത്. അത് എത്രത്തോളം സീരിയസ് ആണ് എന്ന് നമുക്ക് അറിയില്ല, അവർക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. എന്നാലും ഇവരുടെ ഹസ്ബൻഡായിട്ടുള്ള ഹംസയും ഇപ്പോൾ പുതിയ ഭാര്യയായിട്ടുള്ള നൈസയും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു ഇഷ്ടവും കാര്യങ്ങളും ക്രഷൊക്കെ ഉണ്ടാവും. ഓൾറെഡി ഒരു തമാശയ്ക്കൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. അങ്ങനെ മനുഷ്യനല്ലേ, അതായത് ഒരു നല്ല ഭംഗിയുള്ളൊരു രൂപം കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് സ്വന്തം ഫാമിലിയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ളൊരു ഇഷ്ടം ഒരിക്കലും ആർക്കും ഉണ്ടാവരുതേ, അതെനിക്ക് പറയാനുള്ളൂ. കാരണം ഇവിടെ മുന്നത്തെ വൈഫ് എന്ന് പറഞ്ഞാൽ ആ വൈഫിൻ്റെ മുഖത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കണ്ണിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ആ കുട്ടി എത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് ആ കുട്ടിയുടെ ഫേസിൽ ഒരു ഫുള്ളും ഒരു ഹാപ്പി ആയിട്ടുള്ള ഫേസ് അല്ല നമുക്ക് കാണാൻ സാധിക്കുക. അവർ അന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ മുന്നത്തെ വൈഫ് എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് അവരനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം അവരൊത്തിരി എതിർത്ത് നോക്കി. ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു വൈഫിന് എന്തായാലും കുറച്ച് ക്ലൂകളൊക്കെ കിട്ടും, സംശയങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ആ ഒരു സമയത്ത് ഭർത്താവിൻ്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ ക്ലൂ ഒക്കെ കിട്ടും. അങ്ങനെ ആ കുട്ടിക്ക് ക്ലൂ കിട്ടി. ആ കുട്ടിക്ക് അന്ന് മനസ്സിലായി തൻ്റെ ഹസ്ബൻഡിന് പുതിയൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം ആ കുട്ടിക്ക് അന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആദ്യത്തെ ഫാമിലിയിൽ ഇവർക്ക് 2 കുട്ടികളുണ്ട് കേട്ടോ, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി, ചെറിയ കുട്ടികളാണ്. ഇനി ഹസ്ബൻഡ് പുതിയ സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള ഒരു ലേഡിയായിട്ട് അഫെയറായി. ഹസ്ബൻഡ് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിലൊരു വൈഫുണ്ട്, എനിക്ക് 2 കുട്ടികളുണ്ട്. ഇനി ഈ കല്യാണം കഴിച്ചിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, മുന്നത്തെ വൈഫ് എന്ന് പറഞ്ഞാൽ 10th തുടങ്ങിയിട്ടുള്ള ലവാണ് ഇവർ. 10th തുടങ്ങിയ ലവ്, അതിൽ കല്യാണം കഴിച്ചതിന് ശേഷം 10 വർഷം ഒരുമിച്ച് ജീവിച്ചു കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൊത്തം 20 വർഷമായി അവർ റിലേഷനിലാണ് എന്ന് പറയാം നമുക്കല്ലേ. ആ 20 വർഷം തൻ്റെ ജീവൻ്റെ പാതിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു പാതിനെയാണ് ഈ ഒരു മനുഷ്യൻ എന്താ പറയുക, കുറച്ച് നാളത്തേക്കെങ്കിലും മറ്റൊരു റിലേഷൻ്റെ കാര്യം മറച്ചു വയ്ക്കുകയും ആ ഒരു റിലേഷനിലാവുകയും ആ ഒരു കല്യാണം കഴിക്കുകയും ചെയ്തത് അല്ലേ. എത്രത്തോളം ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹാറ്റ്സ് ഓഫ് ടു ഫസ്റ്റ് വൈഫ് എന്ന് എനിക്ക് പറയാനാവൂ. കാരണം ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അത്രയും മനക്കെട്ടിയുള്ള ആൾക്ക് മാത്രമേ അതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പറ്റുള്ളൂ. എന്തായാലും ആ കുട്ടി മാനേജ് ചെയ്തു. കാരണം ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ വേണം. ആ ഒരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ ഹസ്ബൻഡ് ഉറച്ച് നിന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് 2 പേരെയും ആൾക്ക് വേണം. ആ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് വൈഫ് എന്ത് ചെയ്യാനാ? കാരണം പോവാനേ പറ്റുള്ളൂ. അങ്ങനെ വിട്ടു പോവാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ആ കുട്ടി. കുറച്ച് നാളൊക്കെ ആളുടെ വീട്ടിൽ പോയി നിന്നു എന്ന് പറയുന്നു. ആ ഒരു സമയത്ത് ഉറക്കെ അലറിക്കരഞ്ഞിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ദയനീയാവസ്ഥ. കുട്ടികളെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ, ഫോണുകൾ പോലും നോക്കാതെ ഒക്കെ ഇരുന്നൊരവസ്ഥയുണ്ട് ആ കുട്ടിക്ക്. അതെല്ലാം നമ്മുടെ ആ ഇൻ്റർവ്യൂവിൽ നമ്മളന്ന് പറയുന്നത് കേട്ടതാണ്. എന്തായാലും ഇനി അതല്ല രസം, ഈ പുതിയ റിലേഷനിലാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഓഫീസിൽ നിന്ന് ടൂറ് പോയി എന്തോ പെയറായിട്ടാണ് പോയത്. അപ്പോൾ ഈ ഹംസയുടെ കൂടെ വരാനിരുന്ന ആൾ അന്ന് വന്നില്ല, ടൂറിന് വന്നില്ല. അപ്പോൾ ഈ ഹംസയുടെ ബാക്കിൽ കയറിയത് ഈ നൈസയാണ്.
അതായിരുന്നു ഇവർ പറഞ്ഞ കാരണം. എനിക്ക് തോന്നുന്നില്ല അത് മാത്രമാണ് ഒരു റിലേഷനിലാവാനുള്ള കാരണമെന്ന്. അങ്ങനെ ഒരു ട്രിപ്പ് പോയതുകൊണ്ട് മാത്രം നമ്മളൊരു റിലേഷനിലാവുമോ എനിക്കറിയില്ല. എനിവേ അതെന്തെങ്കിലും ആവട്ടെ, മനുഷ്യരാണ്, അവർക്ക് ഇഷ്ടം തോന്നും. ഇഷ്ടമെല്ലാം തോന്നിക്കോട്ടെ, അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു ഇഷ്ടമാവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണല്ലേ. ഇവിടെ എന്തായാലും സാക്രിഫൈസ് ചെയ്യുന്നത് ഫസ്റ്റ് വൈഫ് തന്നെയാണ്, കുട്ടികളും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് വേറൊരു പെൺകുട്ടി കയറുന്നത് നമുക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഇവർക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് എന്തായാലും ഞാൻ സമ്മതിച്ചു തരുന്നു. ഇനി ഒത്തിരി സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും നന്നായിട്ട് തന്നെ നോക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഇതാണ് അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. എന്തായാലും എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് പോകട്ടെ. ഇതൊന്നും നമുക്ക് ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ആവറേജ് മലയാളിക്ക് പറ്റാത്ത കാര്യങ്ങളാണിതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് തന്നെ. കാരണം കുറച്ച് റെയറായിട്ടുള്ള കാര്യമാണല്ലോ ഈ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് എന്നൊക്കെ പറയണത്. മറ്റുള്ളവർക്കൊരു പ്രചോദനമല്ല ഇത്. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. കാരണം ഇതൊന്നും പ്രാക്ടിക്കലാകുന്ന കാര്യമാണോ എന്നെനിക്കറിയില്ല. പിന്നെ അത്രയും സ്വന്തം ഹസ്ബൻഡിനെ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള മഹാമനസ്കതയൊക്കെ നമുക്കുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ ആ കുട്ടിക്ക് അങ്ങനെ ഇല്ല, പക്ഷേ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം മക്കളുടെ ഭാവി, ആ കുട്ടിയുടെ ലൈഫ് എല്ലാം ആൾ ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ഹസ്ബൻഡിനെ ഒത്തിരി പിന്തിരിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടാവും, പക്ഷേ നടന്നിട്ടില്ല. അതുതന്നെയായിരിക്കും കാരണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കൂടുതൽ അഫെയേഴ്സിലോട്ടൊന്നും പോവല്ലേ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ, നമുക്കൊരു വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര കുറവുകളുണ്ടെങ്കിലും ഉള്ളതുപോലെ ഫിനാൻഷ്യലി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ ഡിവോഴ്സ് ചെയ്തേക്കൂ. അതിനുശേഷം നിങ്ങൾ വേറെ റിലേഷനിലേക്ക് പോകൂ. ഇവിടെ ഒരു റിലേഷൻ ഇരുന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്യല്ലേ എൻ്റെ മക്കളെ. കാരണം അതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് താങ്ങാൻ പറ്റുമോ എന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങൾ. അവരായിട്ട് ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കിക്കോളൂ, നേരിട്ട് പറഞ്ഞോളൂ കാര്യങ്ങൾ. അതല്ല ഇതുപോലെ ഒരു റിലേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്തൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക അവരറിയാതെ. ഇപ്പോൾ കണ്ടില്ലേ, അതായത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതുപോലെയൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ച് പോവുക എന്ന് മാത്രം. ഇനി ഇവരുടെ കേസിൽ ഇപ്പോൾ നൈസ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ ഒരു വീഡിയോസൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ കണ്ടായിരുന്നു. ഇപ്പോൾ അവർക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, മോളാണ്. അപ്പോൾ 2 ഭാര്യമാരും ഇപ്പോൾ മൊത്തം 3 കുട്ടികളായിട്ട് ഇവർ ഹാപ്പിയായിട്ട് പോവുകയാണ്. ഹാപ്പിയായിട്ട് തന്നെ പോട്ടെ. നല്ല യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ വഴിക്ക് പോകുന്നുണ്ട്. എന്നാലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു ആശ്ചര്യം, ഒരു കൗതുകമൊക്കെയാണ്. എനിക്ക് ഇവരെ ഫസ്റ്റ് ഇൻ്റർവ്യൂ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങനെ വളരെ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണല്ലോ. ദൈവം ഇതെങ്ങനെ സാധിക്കും, ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ കാര്യങ്ങൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതൊക്കെ. എന്തായാലും അവർ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് അവരുടെ ലൈഫ് കാണുമ്പോൾ നമ്മളും ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നു. ആദ്യത്തെ അവരുടെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ അവരിപ്പോൾ മറന്നിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റുള്ളവർ ഇതുപോലത്തെ സിറ്റുവേഷൻസൊക്കെ ഇപ്പോൾ ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു റിലേഷൻ ഒരു ഫാമിലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വേറെ ഒരു റിലേഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിച്ചേക്കാം. കാരണം അത് ആദ്യത്തെ ആളെ എത്രത്തോളം ഹേർട്ട് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റാത്തത്രയും ഹേർട്ടായിരിക്കും. ബോയ്സിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല, ഗേൾസിൻ്റെ കാര്യത്തിൽ ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യും എന്തായാലും. കാരണം ആ ഒരു പോയിൻ്റ് കടന്ന് കിട്ടാനായിട്ട് ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ബോയ്സ് ആയാലും എന്തായാലും, ബോയ് ആയാലും ഗേൾ ആയാലും മനുഷ്യർ തന്നെയല്ലേ.
പിന്നെ ആ ഫസ്റ്റ് റിലേഷനിൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ആലോചിക്കുക. ഇപ്പോൾ കയറി വരുന്ന ആൾ നമ്മുടെ കുട്ടികളെ അതുപോലെ നോക്കണം, കെയർ ചെയ്യണം എന്നൊന്നുമില്ല. പിന്നെ നമുക്ക് വേറൊരു ഫാമിലി ആവും, പുതിയ റിലേഷനിലെ കുട്ടികളാവും. അപ്പോൾ ആ പഴയ കുട്ടികൾക്ക് ആ ഒരു സ്നേഹം കിട്ടില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എല്ലാം ഒരുമിച്ച് സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും ആദ്യം. പക്ഷേ അത് നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇത് വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിതുപോലത്തെ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.